അപ്പോൾ ഒന്ന് നമ്മൾ പുറത്തൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഷോപ്പിൽ നിന്ന് ആൾ പോയിരുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേന്നാ, ആൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ റൂമൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. മുന്നിൽ പോണേ ഷെസു ആ പീച്ച് ഓൻ ആ ബുക്കിലുള്ള സംഭവം പറയണേ ഫ്രൂട്ട്. ഷെസു ഒറ്റയ്ക്ക് ഇറങ്ങി മാംഗോ. ആ അതിനട്ടെ ഷോപ്പിനോട് വന്നിട്ട് കാണട്ടെ ഷോപ്പ്. മുകളിൽ അങ്ങനെ തരക്കില്ല, തിരുമ്പിയതൊക്കെ ചിക്കിക്കണ അവിടെയാണ് റൂം. വണ്ടി കയറാണ്, ഒക്കെ കയറിയിട്ടുണ്ട്. നമുക്കും കയറാം. ആ കാറിൽ കയറാം. ഇനി വരട്ടെ. കയറട്ടെ. വണ്ടിയിലൊക്കെ കയറി സെറ്റ് ആയിട്ടുണ്ടല്ലേ. സമയം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. നേരെ പാലസ് അടുക്കാനായി. പോണേ ഷെസു വണ്ടി കയറി ചിക്കനുണ്ടല്ലേ. എവിടേക്ക് പോണത്? ലോറിക്കോ? എവിടേക്ക്? ഞങ്ങൾ പോവാണ് പറയുന്നത്. വീഡിയോ ഫുള്ള് കാണണം പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞു. മട്ടലോ അവിടെ പോണെന്നൊക്കെ അങ്ങനെ പറഞ്ഞുതരാം. ഞങ്ങൾക്ക് തന്നെ അറിയാം. ഇവിടുത്തെ ഏരിയ ഒക്കെ ഇങ്ങനെ ഉണ്ടാവും. നമ്മളതിൻ്റെ വീടുകൾ അങ്ങനെ ഇല്ലല്ലോ, ഫുള്ള് ബിൽഡിങ് മാതിരി. പോണത് എടുക്കാന്ന് വെച്ചാല് അവിടെ നിന്ന് എന്നോട് കാക്ക ചിരിച്ചേ. ഒരു കാക്ക എന്നോട് ചിരിച്ചു കണ്ടാ? കണ്ടിക്കണാ? എല്ലാം കൂടി ഒരു 26 മിനിറ്റ് ഉണ്ട് കേട്ടോ പോവാന്. പറഞ്ഞോളി, ഇത് പറയാലോ. എന്നാലും പറഞ്ഞോളി, കേൾക്കുണ്ടല്ലോ. ഷെസുവാ എവിടെ? ഹായ് പറ. ഞാൻ ബാക്കിലെത്തി വന്നാ. ബാക്കിൽ ഞാൻ മൈസൂർ വന്നിട്ട് എന്താ വീഡിയോ ഇടാത്തുന്നതിന് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിനെ. അതിന് പുറത്തേക്കൊന്നും ഇറങ്ങലിട്ടായിരുന്നില്ല. പുറത്തേക്ക് ഇറങ്ങുമ്പോഴല്ലേ വീഡിയോ എടുക്കുള്ളൂ. വെറുതെ ഇങ്ങനെ അകത്തിരിക്കുകയാണ്. അപ്പോൾ ജസ്റ്റ് കണ്ടന്റൊന്നുമില്ല. അപ്പം ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് വീഡിയോ തന്നെ കയറല്ലേ. വീഡിയോ കൊണ്ട് വീഡിയോ ആണ്. അതിപ്പോൾ ഒരാൾക്കത് ഇങ്ങനെ പറയണം, ഇന്ന് വീഡിയോ ഇട്ടിക്കണില്ലേ ചോദിച്ചുമ്പോഴാണ് ഞാൻ വീഡിയോ ഇടല് കേട്ടോ. സത്യമായിട്ട് നിങ്ങളോട് ഞാൻ ചോദിച്ചണം വേക്കുന്നില്ല. അവിടെ ഷെസു കാണാനില്ല. ആ മൂലൊക്കെ പോയിട്ടുണ്ട്. വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. ഇവിടെ ഇവിടെ ഹായ് പറ. കാലോ ഷെസ് ആരെ കുട്ടിയാ? ഓന അങ്കിള് ആരെ കുട്ടിയാ? അപ്പൊ ആരെ കുട്ടിയാ? അപ്പൻ്റെ കുട്ടിയായപ്പോ അപ്പൊ അപ്പൻ്റെ കുട്ടിയായി. നമുക്ക് ഞാൻ അവിടെ നിന്ന് കാണാം. ഓണ കയ്യിൽ നമ്മൾ പമ്പിലേക്ക് കയറി ഒന്ന് എണ്ണ കടിച്ചിട്ടുണ്ട്. ആ ബോബു ഉണ്ട് ഇവിടെ. ഇവിടെ ആ രണ്ടെണ്ണം ഉണ്ട്. നമുക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഡോഗ്സ് ആണ്. ഇഷ്ടംപോലെ ഡോഗ്സ് ആണ് ഇവിടെ. ഇവിടെ കടലാസ് പൂകള് നിൽക്കുന്ന കണ്ടിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ
ഫോട്ടോ എടുത്ത് തരണം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ മാപ്പിള വണ്ടി തിരിച്ച് ഞാൻ ഒരു ഫോട്ടോത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അല്ല എന്താ അപ്പൊ നമ്മൾ 2 ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വരാം. ഇല്ല നമ്മളെ ഫോട്ടോ എടുക്കാൻ പോവാ. വരി ഫോട്ടോസൊക്കെ എടുത്തിട്ട് വണ്ടി കയറിയിട്ടുണ്ട് കേട്ടോ. 2-3 പറഞ്ഞാൽ ഒരു 10-15. അപ്പോൾ ഫോട്ടോസൊക്കെ ഞാൻ വീഡിയോൻ്റെ എൻഡിൽ കൊടുക്കാം. നമ്മൾ ഈ സ്ഥലത്ത് പോവാണ്. അതിനായിട്ട് വണ്ടി ഇവിടെ തിരിച്ചു വന്നതാണ്. നമുക്ക് ഇവിടെ ഞങ്ങളൊന്ന് തിരിച്ചണം. ഞാൻ തിരിക്കണമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. ഒരു കാര്യം പറഞ്ഞു, എനിക്ക് സാറിൻ്റെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കണം എന്നാണ്. നമുക്ക് തിരിക്കാമല്ലോ. തിരിച്ചു പോയി എടുത്തു ഇല്ലേ ചേച്ചോ? ഫോട്ടോ എടുത്തു വന്നോ? ഫോട്ടോ എടുത്തു. താങ്ക് യു വന്നു. അതിനോട് തൂതി അപ്പം നമ്മൾ വൃന്ദാവൻ ഗാർഡൻക്കാണ് കേട്ടോ പോണത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് വല്ലാണ്ട് കേട്ടിട്ടില്ല തോന്നുന്നുണ്ട് ഗൈസ്. ഇപ്പം നല്ല രസമുള്ള അടക്കെ പുറത്തേക്കൊക്കെ ബൊമ്മക്കുട്ടി ബാഗ് ബൊമ്മക്കുട്ടി ഒക്കെ ഉണ്ട്. കാണുന്നുണ്ടാ? കൊറേ ഷോപ്സ് ഉണ്ട്. ആൾക്കാരുണ്ട്. നോക്ക് പുറത്തേക്ക് നോക്ക്. പുറത്തേക്ക് കണ്ടേ? പുറത്തേക്ക് കാണുന്നുണ്ടാ? എന്താ കാണണേ? മിഠായി കണ്ടോ? പിന്നെന്താ കണ്ടേ? വത്തക്ക കണ്ടോ? ചക്കടാ. വത്തക്ക ഉണ്ടല്ലേ? ചത്ത ചായ വാങ്ങിയിട്ടുണ്ട് ഗൈസ്. കുടിച്ചിട്ട് ക്യാഷ് തന്നാ മതി. ചായ ചായ ടേസ്റ്റ് ആക്കി വെക്കാം. ഏത് ചായയാണ് ഇങ്ങാണാ? ഇങ്ങണ അപ്പൻ്റെ അടുത്ത് കണ്ടിട്ടില്ലായിരുന്നു. ചൂടാണെന്ന് പറഞ്ഞിട്ട് സമ്മതിക്കല്ല. ചൂടുണ്ടാ? ഇല്ലല്ലോ, എന്നാ കുടിക്കണ്ട്. ചൂടുണ്ടാ? ചൂടുണ്ടാ? മെല്ലെ നിക്കല്ല, ചൂടാണേ അല്ല പറഞ്ഞത്. അവിടെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവിടെ വെയിലുണ്ട്. ഒരുപാട് വണ്ടീസ് ഉണ്ട്. നമ്മളവിടെ നിന്ന് 2 കരിമ്പ് ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കച്ചവടക്കാരുണ്ട് കേട്ടോ. അതെ ആ
കാലമായി ഓൺ സ്പെക്സിന് കൂടി വെക്കണേ. നമുക്ക് നന്ദി കാട്ടി കൊടുക്കേ, ഇത് വെച്ചുകൊണ്ട് കാട്ടി കൊടുക്കേ. അവൾക്ക് ഇവിടെ എന്താ ചക്കാണോ? ചക്കാണെന്ന് കേട് നീണേ തൊടണ്ട. പെരി ചക്ക ഉണ്ടായിട്ട് ചക്ക ഉണ്ടല്ലേ? എവിടെ നിന്നപ്പോഴാണ് ചക്ക? ആ ചക്ക ഇവിടെ ഉണ്ടായിരുന്നില്ല. വാ എന്നാ നിഷേധ കടി കൊടുത്ത അബ്ബക്ക് ഫോട്ടോ എടുക്കാൻ അബ്ബക്ക് കടി കൊടുക്കും, ചിരിച്ച് കടി കൊടുക്കും. രസമുണ്ടാ ഷെസ് സ്പെക്സ് വെച്ചിട്ട് രസമുണ്ടോ ചേച്ചിയൊക്കെ? ടിക്കറ്റ് കൗണ്ടറിന് എടുത്തിട്ട് തണുപ്പ് എന്താണ് ബാറ്ററി വന്നിട്ട് വാങ്ങാന്ന്. അല്ല ടിക്കറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരാൾക്ക് 50 രൂപയാണ് വന്നിട്ടുള്ളത്. ഇവിടെ ജീപ്പേ അല്ലേ കേട്ടാ, ക്യാഷിനുള്ളൂ. എൻട്രിക്കുള്ള വരിയാണ്. കയറിയിട്ടുണ്ട് കേട്ടോ. പൈസ പൈസ അന്നൊക്കെ രസമുണ്ടാ? ചമച്ചുണ്ട് ഇവിടെ ബോട്ട് സവാരി ഉണ്ട്. ഒരാൾക്ക് 30 രൂപ ഗൈസ്. സ്വീറ്റ് കോൺ കഴിക്കണ തിരക്കാം. രസമുണ്ടോ ഷെസോ? രസമുണ്ടാ? ഇങ്ങോട്ട് കുഞ്ഞോളെ അച്ഛൻ്റെ വലിയ മീനാള് അടിയിലുണ്ട്. അടിയില് അതാ പോണേ. നിറച്ച് മീനാളത് അടിയിൽ അതാ പോണേ. അതൊക്കെ അടിയിലെ ൊക്കെ അതാണൊക്കെ വരുന്നേ. വലിയ മീന് കണ്ട മീൻ കണ്ടേ? ആ ഇട്ടെടുക്ക് ഇപ്പോഴാണ് കാണുന്നത്. എവിടെ ഇട്ടെടുക്ക് ശേഷം ഇട്ടെടുക്കേ. അതാ പോണ നിറച്ച് കുഞ്ഞുഞ്ഞാളടക്കേ.
ഇതാ ഒരു ബോട്ട്. അതിൽ പോണാ? ബോട്ടിൽ പോണാ? గడ్డికి ಎಲ್ಲರೂ ಕೊಡ್ತಾರೆ ఏంటంటే సంసారం చేస్తారు ఎన్ని సంసారం అది ఎట్లా ఏదో చెప్తాను ఎందుకంటే అదే పెద్ద చేప అల్ల చూడాలి ఈ లెక్కన చూస్తే చికెన్ చిన్న చిన్న పడైతే ఎగిరట్లే పాల మీద వచ్చేది ఇది అవి ఉన్నాయా ఇది ఈ టైప్ ఇది ബോട്ടിന് 3 വയസ്സിന് മുകളിൽ വിട്ടേക്കട്ടോ ടിക്കറ്റ്. നിങ്ങളല്ലേ പറഞ്ഞു ബോട്ടിന് ഒരാൾക്ക് എത്ര 30 ആണെന്നോ? 80. ആ ഇവിടെ മാത്രം പോകുന്നല്ലേ? അങ്ങോട്ട് മാത്രം 40, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി 80. ആ പോപ്കോണത്തെ വെള്ളം ഫുള്ള് അവിടെ ഊറ്റണം. അതിൽ ചവിട്ടും ചെയ്തു. നടക്ക് ഷെസോ. നമ്മളവിടെ നിന്ന് ഇറങ്ങിയാണ്ട് വെറുതെ ഫോട്ടോ എടുത്ത് ഇവിടെ ഉണ്ടെന്ന് പോകില്ല. കണ്ടോ ഗൈസ്, നമ്മളവിടെ പോയി വെറുതെ ഫോട്ടോ എടുത്തില്ലേ? എന്നാലും അവിടെ നിന്ന് എടുത്ത ഫോട്ടോസ് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നടക്ക് നടക്ക്, അവിടെ വെള്ളമുണ്ട്. പോയൊക്കെ വാ, പോയൊക്കെ. എന്ത് മേനോ അടക്കി കണ്ടാലും പോവല്ലേ? വാവ്, ഹായ്, അതാ പോണേ. Beautiful flowers. എവിടെ പാമ്പല്ലോ? പറഞ്ഞാ ഇങ്ങോട്ട് വാ. വാ. പാമ്പ് അപ്പൊക്ക് പാമ്പായിട്ടാ എടുക്കാൻ വേണ്ടിയതാ കൂട്ടിയിട്ട് പോണേ. എന്താ ഷിസു? പൈപ്പാണ്, പൈപ്പ് പൈപ്പ്. Ayo,
വെള്ളം കണ്ടിട്ട് കണ്ടേക്ക് ഇറങ്ങായിട്ട് മുട്ടി നിൽക്കുകയാണ് തോന്നണേ. എന്താണ് ഷെസോ എന്തേ? നല്ലതിരുന്നോ? നല്ലതിരിക്കേ ഇരിക്കേ. അല്ല ഓ എന്താ അല്ലല്ലേ കേക്ക് ചപ്പോ അല്ലല്ലേ കേക്ക് അല്ലല്ലേ കേക്ക് അല്ലല്ലേ ഇരുന്നു പറഞ്ഞാ. ആ അല്ലല്ലേ ഇരുന്നു. ഇവിടെ എന്തൊക്കെയുണ്ട്? ആശുസ് വാവാ. ഇവിടെ എന്തൊക്കെയുണ്ട് പറഞ്ഞെടുത്താ? എന്തൊക്കെയുള്ളത്? വിമാനോ? പിന്നെ വിമാനൊന്നും ഇല്ല. വെള്ളം കണ്ടു. വെള്ളം വെള്ളം കണ്ടാ പറീ. ഷെസിന് കണ്ണട വാങ്ങി പറീ. കണ്ണട ഇവിടെ ഇവിടെ കണ്ടിക്കണേ? ആ പൈല് എന്നാ ഇത് വെച്ച് കാട്ടി കൊടുത്ത രസണ്ടാന്നേ. അപ്പൊ വെച്ച് ഇപ്പൊ രണ്ട് കഷ്ണാക്കും. എല്ലാരും കണ്ടുട്ടാ. കാണിച്ചിട്ട് രസണ്ടേ ചേച്ചിക്ക? ഇഷ്ടായാ? എനിക്ക് നോക്കൂ. പോയി ഞാനും അബ്ബയും ഫോട്ടോ എടുക്കട്ടെ. അബ്ബയും ഫോട്ടോ എടുക്കട്ടെ. ഷെസി ഇരിക്കൊന്നുമില്ല. അവനതാ പണി തുടങ്ങിയിട്ടുണ്ട്. ഒരു തൂണിട്ടിട്ടുണ്ട് അല്ലേ? അല്ലേ? നമ്മൾ പോവാ ഓരോ റൂമിലിരുന്ന് ബോറടിച്ചിക്കണേ. ഇവിടെ ആണ്ട് ഇറങ്ങിയപ്പോ ഭയങ്കര ഒരു ഇത്. ഇവരൊക്കെ അവിടെ ഇരുന്ന് പിന്നെ ഷെസ് അല്ല ആള് ഇരിക്കാനും സമ്മതിക്കൂലട്ടാ. അവിടെ ഇരുന്ന് ഓരോ പണിയൊക്കെ എടുത്ത് പിന്നെ അവിടെ ഒരു പാർക്ക് ഇങ്ങനെ കണ്ട് കുട്ടികൾ ഊഞ്ഞാലും സംഭവങ്ങളൊക്കെ അങ്ങനെ ആടുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോവാ പറഞ്ഞിട്ട് അങ്ങനെ പോവാട്ടാ. ആ കയറിക്കൂടെ അമ്മ ഇടിക്കണ ഷെസോ? ഇവിടെ ഉണ്ടോ പാർക്ക്? നമ്മൾ പാർക്കിലെത്തിയിട്ടുണ്ട്. ആരഞ്ഞാ എന്താ ജിറാഫോടെ? ജിറാഫ് ഉണ്ട് അവിടെ. സീബ്രതാ എന്താ? അവന് ആനിമൽസൊക്കെ ഭയങ്കര ക്രൈസാണ്. ആ അവിടെ ഒക്കെ ഉണ്ടല്ലേ പാർക്ക്? ഒക്കെ ഈ സെയിം തന്നെയാണ്. ഗോറില്ല ആരാണ് അവിടെ? ആരാ പറഞ്ഞ? ഗോറില്ല. നിലത്ത് എന്തോ കായ കിടക്കണേ. നമ്മളെ മാങ്ങനൊക്കെ പയിര് എന്തോ ഗോറില്ല. അതേപോലെ ഇരുന്ന ഷെസു ഇരുന്ന എങ്ങനെ ഇരിക്കണ്ടേ? അങ്ങനെ ഗോറില്ല ഇരിക്കണ്ട്. ഒരു ഡ്രാഗൺ ഫ്രൂട്ട് പോലത്തെ ഒരു മരത്തുമ്മ വള്ളി കയറിയതാ തോന്നുന്നുണ്ട് കണ്ടിട്ട്. സെയിം. ഓ ആ പാമ്പ് പോലത്തെ പാർക്ക് തന്നെ കേട്ടോ. അവിടെ ഒക്കെ ഉണ്ട്, അപ്പുറത്തും ഉണ്ട്. അവിടെ കുറച്ച് ആൾ കുറവാ തോന്നുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കുറേ മൃഗങ്ങളെ സ്റ്റാച്യൂസ് ഉണ്ട്.
ആദ്യം വേണ്ട വേണ്ടായിരുന്നു, ഇപ്പൊ വേണല്ലോ. വേണാ വേണാ വേണല്ലോ. ഞാൻ ഊഞ്ഞാലിക്ക് ഇരുത്തി അതില് കൈ ഉണ്ടാക്കി എടുത്താൽ മതി. അവിടെ ഒരു കുട്ടി അതല്ല ഇരിക്കേ. ഊഞ്ഞാലാണ് ഊഞ്ഞാല്. ഇല്ലത് അടിക. ഒന്നുകൂടി വേണമല്ലോ. ഒറ്റക്ക് പോലോ. എന്താ സ്പീഡ്? അവിടുന്ന് നേരെ പോകുന്നത് അവിടെ ഈ ഒരു സംഭവത്തേക്ക്. അവിടുന്ന് പോരാൻ തന്നെ എനിക്ക് പൂതി ഉണ്ടായിരുന്നില്ല അല്ലേ? എന്താ ശരി. ഇവിടെ എന്തൊക്കെയോ പാമ്പിൻ്റെ ഒക്കെ എന്തൊക്കെയോ ഇത് കാണുന്നുണ്ട് പൈസ. ഷെസു ഷെസു നമ്മുടെ ടിക്കറ്റിൻ്റെ പൈസ ഓന്തനെ മുതലാക്കിയിരുന്നില്ല അല്ലേ? ഇത് ഫില്ലായി. ഞാൻ വന്നപ്പോൾ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണം വിചാരിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഇപ്പോൾ ഇരുട്ടായി, വിളിച്ച പോയി. വാ നൂനു. ഇവിടെ ഇരുന്നു, പക്ഷെ ഓനിക്ക് ഇരുന്നിട്ട് നീ പൊട്ടൂല, നീ ചിങ്ങ നടക്കേണ്ടി വരും അല്ലേ? ഇവിടെ വന്നിരുന്നു. ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഗൈസ്. രാത്രി ഇവിടെയൊക്കെ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ. ലൈറ്റൊക്കെ ഓണാക്കിയപ്പോൾ ഓവറോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഉച്ചളത്തിന് കേട്ടോ. നമ്മളിന്ന് അപ്പുറത്ത് പോവാം. വാട്ടർ ഷോ നടക്കുന്ന ഭാഗത്തേക്ക് നടന്നിട്ട് പോകട്ടെ. നല്ല ആൾക്കാരുണ്ടായിരുന്നു ഈ ഒരു സമയമായപ്പോഴത്തേക്കും. രാത്രി ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ലൈറ്റൊക്കെ ഓണാക്കിയതുകൊണ്ട് തന്നെ ഇവിടെ ഓവറോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നല്ല തിക്കും തിരക്കും ആൾക്കാരും ഒക്കെയാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, പെട്ടെന്ന് ഇങ്ങനെ നടന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട്. അതിനിടയിൽ കൂടെ ഷെസു കരയുന്നുണ്ട്. അവനിന്ന് പുറത്ത് പോകുന്നതുകൊണ്ട് തന്നെ എനിക്കിന്ന് പകലൊന്നും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇറിറ്റേഷനായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെത്തിയ സമയത്ത് തന്നെ ഫസ്റ്റ് ഷോ അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു അരമണിക്കൂർ കൂടുമ്പോഴാണ് ഷോ നടക്കുന്നത് തോന്നുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഫസ്റ്റ് ഷോൻ്റെ ഒരു ഹാഫ് ഒന്നും എത്തിയിട്ടില്ല, ഒരു സോങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു സമയമായപ്പോഴാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിലെ മ്യൂസിക് ഞാനൊന്ന് മ്യൂട്ടാക്കി വെക്കുന്നുണ്ട്, കാരണം കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് റിമൂവ് ആക്കിയിട്ട് വേറെ മ്യൂസിക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ.
അങ്ങനെ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് പോണ ആൾക്കാരുണ്ട്, പിന്നെ അടുത്ത ഷോക്ക് വേണ്ടിയിട്ട് വരുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരായിരുന്നു. അപ്പോഴത്തേക്കും നമ്മൾ അടുത്ത ഷോയും കൂടി കണ്ടിട്ട് പോകാമെന്നുള്ള രീതിക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഗാലറി ഒക്കെ ഉണ്ട് കേട്ടോ, അവിടെ കയറി ഇരുന്നിട്ടുണ്ട് ഞാനൊക്കെയും കൂടെ. അങ്ങനെ പിന്നെ അതവിടെ അടുത്ത ഷോ സ്റ്റാർട്ടായിട്ടുണ്ട്. ഷോ കണ്ടിട്ട് ഇവിടുന്ന് പോവാണ് കേട്ടോ. പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി നോക്കിയപ്പോൾ ഫുള്ള് ആൾക്കാരാണ്, നല്ല തിക്കും തിരക്കും ഒക്കെ കൂടെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ തിക്ക് കൂടാണ്ട് ഇറങ്ങി പോകുന്നത്. നമ്മളിങ്ങനെ പോവാട്ടെ. പോണ വഴിയിൽ കണ്ടൊരു കാഴ്ചയാണ് ഈ ഒരു കൂട്ടത്തിൽ ഒരാൾ മാത്രം ഒരു വെറൈറ്റി കോഡൊക്കെ ചൂടിയിട്ടാ. മഴ ഉണ്ടാഴ്ച മഴയില്ല, മഞ്ഞുണ്ടാഴ്ച മഞ്ഞുണ്ടാ ഇല്ല. ഒരു സൈക്കോൺ തോന്നുന്ന ആള്. കുറേ കച്ചവടക്കാരുണ്ട് നമ്മളതിൻ്റെ ഗേറ്റിൻ്റെ അടുത്തിട്ടുണ്ട് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. സമയം 8:15 പിന്നെ ഇവിടെ കുറേ കച്ചവടക്കാരുണ്ട്. നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. എന്തേ തേത്തോ ഇവരെന്തോ ഒരു കേക്കോ എന്താ സാധനം അതൊക്കെ വാങ്ങിയവരുണ്ടോ അടുത്തുനിന്നതാ. സ്വീറ്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. എനിക്കിഷ്ടമല്ല, ഞാൻ അങ്ങനെ കണ്ടിരിക്കും. ഇവരിങ്ങനെ തിന്നു അല്ലേ, ഇങ്ങനെ കണ്ടിരുന്നോ? സോറി. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മളിത് അവിടെ സ്മാർട്ടിക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മളിത് ആ സ്മാർട്ടിനുള്ളിൽ കയറാൻ പോവാണ്. നമ്മളവിടെ കാണുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നിറഞ്ഞാണ് കേട്ടോ. വലിയ ആളൊന്നും ഇല്ല, കാണില്ല. ഇനി ഉള്ളിൽ എങ്ങനെയാണാവോ.
പിന്നെ ഇവിടുന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുത്ത് നിൽക്കുന്നില്ല കേട്ടോ. മുല്ലടിക്കുന്നതിന് മുന്നേ പൊട്ടിക്കാൻ വേണ്ടി ഭയങ്കര നല്ല മഴ പെയ്യുന്നു. ആ മുട്ടായി നമുക്ക് കാറിലെത്തട്ടെ. പുറത്തേക്ക് മഴ കാണുന്നുണ്ടാ? മഴ ഇവിടെ നല്ല മഴ, നല്ല കാറ്റ്, തണുപ്പില്ലേ? മഴയുണ്ട് മഴ. നമ്മളെ വണ്ടി ഇവിടെ വണ്ടി കുറച്ച് അങ്ങനെ നടക്കണല്ലോ, മഴ കൊള്ളല്ലോ. ഇല്ല അതി കൂടി സൈഡിൽ കൂടി ഇങ്ങനെ പോരെ. നമ്മൾ സേഫായിട്ട് കാറിലെത്തിയിട്ടുണ്ട്. നല്ല മഴ. നമ്മൾ ഈ കാറിൽ വന്നതൊന്നും നല്ല മഴ തന്നെയായിരുന്നില്ല. നമ്മളിതാ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഷോപ്പ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനിയും മൈസൂരിൻ്റെ ഒരുപാട് വ്ളോഗ്സൊക്കെ വരുന്നുണ്ട് കേട്ടോ, വെയിറ്റ് ചെയ്യുക. പിന്നെ ഇതാ നമ്മൾ എടുത്തിട്ടുള്ള പിക്ക് ഇതിൻ്റെ എൻഡിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.